കൾട്ടുകൾ അഥവാ ദുരുപദേശ സംഘങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം മുഴുവനായിട്ടും നമ്മൾ കാണുന്നത്. 2-ന്റെ 1-ാം വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. കള്ളപ്രവാചകന്മാർ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് പഴയ നിയമ കാലഘട്ടത്തെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തെ ഉദ്ദേശിച്ച് പറയുന്നത്, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അപ്പോൾ ഇക്കാലത്ത് കള്ളപ്രവചനത്തെക്കാൾ ദുരുപദേശമാണ് വ്യാപിക്കുന്നത്. ദുരുപദേശത്തിന് പരിഹാരം എന്താണ്? പരിഹാരം ശരിയായ ഉപദേശത്തിന്റെ ബോധവൽക്കരണമാണ്. ദുരുപദേശങ്ങളെ പ്രതിരോധിക്കുവാൻ ദൈവജനത്തെ പ്രാപ്തരാക്കുന്നത് ഉപദേശ പഠനങ്ങളാണ്. ഉപദേശ പഠനങ്ങൾ പൊതുവെ ആളുകൾക്ക് താല്പര്യക്കുറവാണ്. ഒരു ചെറിയ ഗ്രൂപ്പിന് മാത്രമേ ഉപദേശങ്ങൾ താല്പര്യമുള്ളൂ. ആളുകളുടെ ഇടയിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദം ഇതാണ്: ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾക്കൊരു ഉത്തരമാണ് വേണ്ടത്, ഞങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരമാണ് വേണ്ടത്, ഞങ്ങളുടെ രോഗത്തിനൊരു സൗഖ്യമാണ് വേണ്ടത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിസന്ധിയിൽ ഒരു ഉത്തരമാണ് വേണ്ടത്, ഞങ്ങൾക്ക് ഉപദേശമല്ല വേണ്ടത്. ഉപദേശങ്ങൾ എല്ലാവർക്കും തരാൻ പറ്റും, പക്ഷേ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ എല്ലാവർക്കും കഴിയില്ല. രോഗിക്ക് വേണ്ടത് ഉപദേശമല്ല, സൗഖ്യമാണ്. കുറ്റവാളിക്ക് വേണ്ടത് മോചനമാണ്, ഉപദേശമല്ല. വീട് കിടക്കുന്നവന് വേണ്ടത് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കലാണ്, ഉപദേശമല്ല. മുറിവേറ്റവന് വേണ്ടത് മുറിവ് കെട്ടുന്നയാളെയാണ്, ഉപദേശിയെ അല്ല. കുഴിയിൽ വീണവന് ആവശ്യം കൈ നീട്ടി വലിച്ചു കയറ്റുന്ന ബലവാനായ ഒരുവനെയാണ്, അല്ലാതെ ഉപദേഷ്ടാവിനെ അല്ല. കുഴിയിൽ കിടക്കുന്ന ഒരാളോട് ഉപദേശം പറഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കുഴിയിൽ കിടക്കുന്ന ഒരാളെ ഉപദേശം കൊണ്ട് കയറ്റാൻ പറ്റുമോ? ന്യായമായ ചോദ്യമാണ്. വെള്ളത്തിൽ വീണ ഒരാളെ കരയ്ക്ക് നിന്നുകൊണ്ട് ഉപദേശം കൊണ്ട് നമുക്ക് നീന്തു പഠിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല, പറ്റില്ല. പിന്നെ എന്തു വേണം? വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവനെ കരയ്ക്ക് കയറ്റണം. മുറിവേറ്റവനെ താങ്ങിയെടുത്ത് മുറിവ് കെട്ടണം.
വിശന്നിരിക്കുന്നവന് ഭക്ഷണം കൊടുക്കണം. ദുഷ്ടന്മാർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നവനെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കണം. രോഗത്തിലിരിക്കുന്നവന് സൗഖ്യം കൊടുക്കണം. ബന്ധനത്തിലിരിക്കുന്നവന് മോചനം കൊടുക്കണം. അടിമത്തത്തിലിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. എന്നാൽ ഉപദേശം കൊണ്ട് ഈ കാര്യങ്ങളൊന്നും സാധ്യമല്ല. അത് വളരെ ശരിയാണ്. അത് വളരെ ശരിയാണ്. ഒരു കുഴിയിലോ ജലാശയത്തിലോ അഗ്നി കുണ്ടത്തിലോ വീണ ഒരാളുടെ അടുക്കലേക്ക് ചെന്നിട്ട് നീ അങ്ങനെ ചെയ്യ്, നീ ഇങ്ങനെ ചെയ്യ്, നീ അങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. അതിനു പകരം അവനെ തീയിലേക്ക് ഇറങ്ങി വലിച്ചു കയറ്റുകയോ കുഴിയിലേക്ക് ഇറങ്ങി കയ്യിൽ പിടിക്കുകയോ കുളത്തിലിറങ്ങി എടുത്ത് വലിച്ചു കയറ്റുകയോ ആണ് ചെയ്യേണ്ടത്. എന്നാൽ പ്രിയരെ, അതിന്റെ മറുവശത്തേക്ക് കടക്കട്ടെ. കുഴിയിൽ നിന്ന് കയറ്റി കഴിഞ്ഞിട്ട് തീയിൽ നിന്ന് വലിച്ചു കയറ്റിയ ശേഷം പിന്നെ എന്നാ ചെയ്യണ്ടേ? അവിടെയാണ് ഉപദേശത്തിന്റെ ആവശ്യം. രണ്ടിനെയും നമ്മൾ മനസ്സിലാക്കി അംഗീകരിക്കുന്നു. ഒരു പ്രോബ്ലത്തിൽ കിടക്കുന്ന ആൾക്ക്, പ്രതിസന്ധിയിൽ കിടക്കുന്ന ആൾക്ക്, ബുദ്ധിമുട്ടിലായിരിക്കുന്ന ആൾക്ക് ഉപദേശമല്ല ആവശ്യം, സഹായിക്കുന്ന ബലമുള്ള കൈയാണ് ആവശ്യം. എന്നാൽ അതിന് അടുത്തൊരു സ്റ്റെപ്പ് ഇല്ലേ എന്നാ ചോദ്യം. അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ടോ? 40-ാമത്തെ സങ്കീർത്തനത്തിൽ ഈ വിഷയത്തിൽ നമുക്കൊരു വെളിച്ചം ലഭിക്കും. സ്തോത്രം. ഒന്ന് മുതൽ ഒന്ന് വായിക്കാമോ? ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഇവിടെ കുഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ നാം കാണും. അവൻ ഇപ്പോൾ ചെയ്യാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നിലവിളിയാണ്. ഈ നിലവിളിയുടെ നടുവിൽ രക്ഷകൻ ചെയ്ത ഒന്നാമത്തെ കാര്യം കേട്ടു എന്നുള്ളതാണ്. നിലവിളി കേട്ടു. രണ്ടാമത്തെ കാര്യം കയറ്റി എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം പാറമേൽ നിർത്തി എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം ഗമനത്തെ സ്ഥിരമാക്കി എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം വായിൽ പാട്ട് നൽകി എന്നുള്ളതാണ്. ഇത് രക്ഷയുടെ അഞ്ചു പടികൾ നമുക്കിവിടെ കാണാം. ഇവിടെ കുഴിയിൽ കിടക്കുമ്പോൾ ഇവന് നിലവിളി മാത്രമേ ഉള്ളൂ. എന്നാൽ കരയിൽ കയറിയ ശേഷം അവൻ നിൽക്കാൻ പറഞ്ഞിടത്ത് നിൽക്കണം. പാറമേൽ നിർത്തി എന്ന് പറഞ്ഞാൽ
പാറയിൽ നമ്മുടെ കാല് വെച്ചിട്ട് ആണി അടിച്ച് നിർത്തിയില്ല. നമ്മൾ പ്രതിമയല്ലല്ലോ. സിമെന്റ് ഇട്ട് ഉറപ്പിച്ചില്ല. നിർത്തി എന്ന് പറഞ്ഞാൽ പ്രതിമയാണെങ്കിൽ സിമെന്റ് ഇട്ട് നിർത്താം, മരം കൊണ്ടുള്ളതാണെങ്കിൽ ആണി വെച്ച് ഉറപ്പിക്കാം. പക്ഷെ ജീവനുള്ള വ്യക്തിയെ പാറമേൽ നിർത്തി എന്ന് പറഞ്ഞാൽ അർത്ഥം വ്യക്തമല്ലേ? നിൽക്കേണ്ട സ്ഥലം കാണിച്ചു കൊടുത്തു എന്നുള്ളതല്ലേ സത്യം? ഇവിടെ നിൽക്കണം. അവിടെയാണ് ടീച്ചിങ്ങിന്റെ തുടക്കം. ടീച്ചിങ്. ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ നിൽക്കരുത്. നീ വീണ് കിടന്ന കുഴിയുടെ വക്കത്ത് നിൽക്കരുത്. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി. അപ്പൊ കുഴഞ്ഞ ചേറിന്റെ സമീപത്ത് അല്ല ഇവനെ നിർത്തിയത്, പിന്നെയോ പാറയിലാണ് നിർത്തിയത്. അപ്പോ നിർത്തേണ്ടിടത്ത് നിർത്തി. അവിടെ നീ നിൽക്കണം. രണ്ടാമത്തെ പ്രയോഗം ഗമനത്തെ സ്ഥിരമാക്കി. ഗമനാഗമനങ്ങൾ എന്ന് പറഞ്ഞാൽ തുടർന്നുള്ള ജീവിതയാത്രയ്ക്ക് ഒരു വ്യക്തമായ പ്ലാൻ കർത്താവ് നൽകി. ആര് കുഴിയിൽ നിന്ന് കയറ്റിയോ അവനൊരു പുതിയ ജീവിത രേഖ കൈമാറി. എ ന്യൂ ലൈഫ് സ്റ്റൈൽ, ഒരു പുതിയ ജീവിത രേഖ, ജീവിത ശൈലി കൈമാറി. ഗമനത്തെ സ്ഥിരമാക്കി, ലക്ഷ്യബോധം നൽകി. കുഴിയിൽ നിന്ന് കയറ്റിയത് ഇവിടെ ജീവിക്കാനല്ല, പിന്നെയോ കരകയറ്റിയവനെ അനുഗമിക്കാനാണ്. അവിടെയാണ് നിത്യതയുടെ ദർശനം. ഗമനത്തെ സ്ഥിരമാക്കി, എവിടേക്ക് പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞു. അതറിയുന്നില്ലെങ്കിൽ ഈ കുഴിയിൽ നിന്ന് കയറിയെന്നേ ഉള്ളൂ, മറ്റൊരു കുഴിയിൽ വീഴും. ഒരു ലക്ഷ്യം വ്യക്തമല്ലെങ്കിൽ അധികം താമസിക്കാതെ മറ്റൊരു കുഴിയിൽ വീഴാൻ സാധ്യതയുണ്ട്. അടുത്ത സ്റ്റെപ്പ്, വായിൽ പുതിയ പാട്ട് തന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ഭാഷ മാറ്റി, അവന്റെ ആരാധന മാറ്റി, അവന്റെ പൊസിഷൻ മാറ്റി. അടുത്തത് അവന്റെ ഇൻഫ്ലുവൻസ് ആണ്. അവന്റെ സ്വാധീനം. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. നമ്മളെ രക്ഷിച്ചത് നമ്മൾ മറ്റുള്ളവരെ രക്ഷിക്കാനാണ്. നമ്മളല്ല രക്ഷിക്കുന്നത്, പക്ഷെ നമ്മളിലേക്ക് അവർ ആകർഷിക്കപ്പെടും. അങ്ങനെ നമ്മൾ രക്ഷകനിലേക്ക് അവരെ കണക്ട് ചെയ്യും. പലരും അത് കണ്ട് ഭയപ്പെട്ടു. ഏത് കണ്ട് ഭയപ്പെട്ടു? കുഴിയിൽ കിടന്നവന്റെ ആരാധന കണ്ട് ഭയപ്പെട്ടു. അത് സ്വാധീനത്തെ കാണിക്കുന്നു. ഇവനിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും. ഇവന്റെ രക്ഷകൻ വലിയവനാണെന്ന്
ഇവന്റെ ജീവിതം കൊണ്ടും ആരാധന കൊണ്ടും അവൻ വെളിപ്പെടുത്തും. പ്രിയരെ, ഇവിടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെയുള്ളതെല്ലാം ടീച്ചിങ് ആണ്. ആദ്യം അവൻ നിലവിളിച്ചു, കർത്താവ് അവനെ കയറ്റി. അതൊരു വർക്കാണ്, അതൊരു പ്രവൃത്തിയാണ്. എന്നാൽ പിന്നീടുള്ളതിനകത്തെല്ലാം ഒരു ഉപദേശത്തിന്റെ മുൻതൂക്കം കാണുന്നില്ലേ? കയറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ പവർ മുഴുവനും രക്ഷകന്റേതാണ്. ദ പവർ ഓഫ് സേവിയർ, പവർ ഓഫ് ദ സാൽവേഷൻ. എന്നാൽ രണ്ടാമത്തേത് നിർത്തി എന്ന് പറയുമ്പോൾ നിൽക്കുന്നത് നമ്മളല്ലേ? അവിടെ നമുക്കൊരു പങ്കില്ലേ? നമ്മുടെ കുഞ്ഞു വീണു, നമ്മൾ എഴുന്നേൽപ്പിച്ചു, നിർത്തി. നിൽക്കുന്നത് നമ്മളാണോ കുഞ്ഞാണോ? കുഞ്ഞാണ്. നീ ഈ വഴിക്ക് വേണം മോനെ ഇനിയും പോകാൻ എന്ന് പറഞ്ഞാൽ പോണതാരാ? കുഞ്ഞാണ്, കുട്ടിയാണ്, നമ്മളല്ല. അപ്പൊ അവന്റെ പങ്ക് കണ്ടോ? എന്നാൽ കുഴിന്ന് കയറുമ്പോ അവന് പങ്കില്ല. അതൊരു ഉപദേശപരമായി, ഇത് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കുഴിയിൽ വീണ മനുഷ്യൻ തനിയെ കയറാൻ ശ്രമിച്ചാൽ അവൻ താന്നു പോകും. ചെളിക്കകത്ത് വീണ്ടും വീണ്ടും താഴും. ചെളിക്കകത്ത് കിടക്കുന്ന ഒരാൾ അവനെ പൊക്കാൻ ശ്രമിച്ചാൽ രണ്ടുപേരും കൂടെ താന്നു പോകും. തനിയെ കയറാൻ പറ്റൂല, അവനെ പോലുള്ളൊരു മനുഷ്യൻ അവനെ കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? അവൻ പ്രവൃത്തി അവസാനിപ്പിക്കണം. അവൻ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് രക്ഷയുടെ ഉപദേശത്തിലെ പ്രധാന മർമ്മമാണ്. രക്ഷിക്കപ്പെടാൻ എന്നാ ചെയ്യണം? ഒന്നും ചെയ്യരുത്. പിന്നെ എന്നാ ചെയ്യണം? കർത്താവ് ചെയ്തതിനെ ഗ്രഹിക്കുക, വിശ്വസിക്കുക, ആശ്രയിക്കുക. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? രക്ഷിക്കപ്പെടാൻ എന്നാ ചെയ്യണം? ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. എല്ലാം ചെയ്തിരിക്കുന്നു കർത്താവ്. കർത്താവ് ചെയ്തതിനെ മനസ്സിലാക്കുക, വിശ്വസിക്കുക, അംഗീകരിക്കുക. ഇതാണ് രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് ഒരു വർക്കും ഇല്ല. പിന്നെ എന്നാ ചെയ്യണ്ടേ? രക്ഷകൻ ഒരു കൊട്ട ഇറക്കി തരികയാണ്. ആ കൊട്ടയ്ക്കകത്തോട്ടൊന്ന് കയറി ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി. ഇരുന്ന് കയ്യും കാലിട്ട് അടിക്കുകയോ ഒച്ച വെക്കുകയോ ഒന്നും ചെയ്യണ്ട. ആ പൊങ്ങട്ടെ പൊങ്ങട്ടെ, ആ വലിച്ചോ വലിച്ചോ ഒന്നും പറയണ്ട. വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. കരയ്ക്ക് കയറ്റുന്ന പൂർണ്ണ ഉത്തരവാദിത്തം രക്ഷകന്റെയാണ്. രക്ഷയ്ക്ക് പ്രവൃത്തിയില്ല. രക്ഷയിലെ പ്രവൃത്തി മുഴുവനും രക്ഷകന്റേതാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം നമുക്കും കൂടെ പ്രവൃത്തിയുണ്ട്. നമുക്ക് തന്നെ പ്രവർത്തിക്കാൻ പറ്റില്ല. അവൻ എന്നെ നിർത്തി. പക്ഷെ അവൻ എന്നെ നിർത്തിയപ്പോൾ ഞാൻ നിന്നു. അവൻ നിർത്തിയിട്ട് അവൻ കൈവിട്ടു. അപ്പൊ ഞാൻ നിന്നു. അവൻ എന്നെ നടത്തി. അപ്പൊ ഞാൻ നടന്നു. ഞാൻ കാലെടുത്ത് വെക്കണമല്ലോ. ചില കുട്ടികൾ ചില സ്കൂളിൽ പോകാൻ താല്പര്യമില്ല.
അവരെ കയ്യെ പിടിച്ച് വലിച്ചാൽ അവര് ഈ ഓലമടലും തടിയൊക്കെ വലിക്കുന്ന പോലെ നിലത്തൂടെ വലിക്കേണ്ടി വരും, മനസ്സില്ലാഞ്ഞിട്ട്. അപ്പൊ പിന്നെ വലിച്ച കാലയിലെ തൊലി പോകുന്ന കാരണം എടുത്തു പൊക്കി തോളെ വെച്ച് അങ്ങ് കൊണ്ടുപോകും. അങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുണ്ടോ? ഇല്ല, അങ്ങനെ നയിക്കാൻ പാടില്ല. നമ്മൾ അനുഗമിക്കുകയാണ് കർത്താവിനെ. അപ്പോൾ അവൻ നമുക്ക് പോകാനുള്ള പാത കാണിച്ചു തന്നു. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പൊ നീ നടക്കണം, വഴി ഞാൻ പറഞ്ഞു തരാം. വഴി തെറ്റിയാൽ ഞാൻ തിരുത്തിക്കോളാം, പക്ഷെ നീ എന്നെ ശ്രദ്ധിക്കണം. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. ആ പാറ ക്രിസ്തുവാണ്. അപ്പോൾ ഒരു ബെസ്റ്റ് ഫൗണ്ടേഷനിൽ കൊണ്ടൊന്ന് നിർത്തി. എന്നിട്ടോ അവിടെ ജീവിതകാലം മുഴുവൻ നിൽക്കുകയല്ല, ആ പാറയിൽ നിന്നുകൊണ്ട് തന്നെ, ക്രിസ്തു എന്ന ആ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഗമനമുണ്ട്, ഒരു യാത്രയുണ്ട്. അതാണ് ജീവിതയാത്ര, ക്രിസ്തീയ യാത്ര, നിത്യതയിലേക്കുള്ള യാത്ര, മോക്ഷയാത്ര. അതിനെ സ്ഥിരമാക്കി, അത് കൃത്യതയുള്ളതാക്കി, അത് ചൊവ്വാക്കി, അതിനെ ഡയറക്റ്റ് ചെയ്തു. എന്റെ വായിൽ പുതിയ പാട്ട് തന്നു. വായിൽ പാട്ട് തരിക എന്ന് പറഞ്ഞാൽ എന്റെ മൈൻഡ് സെറ്റപ്പ് മാറ്റിയെന്നാണ്. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. അപ്പൊ എന്റെ തിങ്കിങ് ലെവല്, തിങ്കിങ് പ്രോസസ് മാറ്റിക്കളഞ്ഞു. എനിക്കിപ്പോൾ സ്തുതിയാണ് എന്റെ നാവിന്മേൽ വരുന്നത്. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇത്രയായി കഴിഞ്ഞപ്പോൾ ഞാനൊരു ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയായി മാറുന്നു. പലരും അത് കണ്ടു. ആളുകൾ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കുഴി കിടന്നപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല. ഞാൻ നിലവിളിച്ചു, പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല, ആർക്കും സഹായിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. മാത്രമല്ല, ഞാൻ അനേകരെ ആകർഷിക്കാൻ തുടങ്ങി, ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. അനേകരും ഈ രക്ഷകന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ക്രിസ്തീയ ജീവിതത്തിന്റെ കൃത്യമായ സ്റ്റെപ്പാണ് 40-ാം സങ്കീർത്തനം വരച്ചു കാണിക്കുന്നത്. ഇതിലാദ്യത്തെ ഒരു ലെവൽ മാത്രമാണ് പൂർണ്ണമായും രക്ഷകൻ തനിയെ ചെയ്യുന്നു. പിന്നീടുള്ളതൊക്കെ രക്ഷകനോട് സഹകരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടം സുനിശ്ചയം. അപ്പോ ഉപദേശമല്ല പ്രധാനം, പ്രവൃത്തിയാണ് പ്രധാനം എന്ന് പറയുന്ന ഉപദേശകന്മാര് വളരെ വർദ്ധിക്കുന്നു. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്കു വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവര് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് കർത്താവിൽ നിന്ന് അകറ്റിക്കളയും.
അവരാശയക്കുഴപ്പമുണ്ടാക്കും. വിശ്വാസത്തിന്റെ ഒരു യാത്രയാണിത്. ഈ ദുരുപദേശങ്ങൾ വരുമ്പോൾ സംഭവിക്കുന്നത് കൺഫ്യൂഷനാണ്. നാശകരമായ മതഭേദങ്ങളെ, വിരുദ്ധ ഉപദേശങ്ങളെ, ആശയക്കുഴപ്പങ്ങളെ എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. കൊണ്ടുവന്നിട്ടിട്ട് നമ്മളെ കർത്താവിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയിപ്പിക്കും. ഉപദേശം ശരിയല്ലെങ്കിൽ രക്ഷകനെ തള്ളിപ്പറയുന്ന അവസ്ഥയുണ്ടാകും. രക്ഷ സൗജന്യമാണ്, എന്നാൽ ഉപദേശം സൗജന്യമല്ല. അത് പഠിക്കാൻ ചെലവുണ്ട്, പഠിപ്പിക്കാനും ചെലവുണ്ട്. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. അപകടകരമായ ഒരു വാക്യമാണത്, അപകടകരമായ ഒരു മുന്നറിയിപ്പാണത്. അതായത് ഒരു ടീച്ചറുടെ സ്പിരിറ്റ് വിദ്യാർത്ഥിയിലേക്ക് പകരും. ഒരു ദൈവദാസന്റെ സ്വഭാവം, ദുഷ്പ്രവണതകൾ അവരുടെ ജനത്തിലേക്ക് അറിയാതെ പകരും. നമ്മളൊക്കെ പകർച്ച, ഇമ്പാർട്ടേഷൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് നല്ല കാര്യത്തിലുമുണ്ട്, ചീത്ത കാര്യത്തിലുമുണ്ട്. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അപ്പോ ലൈംഗിക പാപത്തിന് അടിമയായ ഒരു ലീഡറാണ് നയിക്കുന്നതെങ്കിൽ അണികളിലേക്ക് ആ രോഗം പടരും എന്നല്ലേ ആ വാക്യത്തിന്റെ കറക്റ്റ് അർത്ഥം? ദ്രവ്യാഗ്രഹിയായ ഒരു ലീഡറാണെങ്കിലോ അണികളിലേക്ക് ദ്രവ്യാഗ്രഹം പകരും. ഫാമിലി തകർച്ച, കുടുംബ തകർച്ച, കുടുംബ പ്രശ്നം ഉള്ള ഒരു ലീഡർ ആണെങ്കിലോ അത് അണികളിലേക്ക് പകരും. വിവാഹമോചനം നടത്തിയ ഒരാളെ പ്രസംഗിക്കാൻ വിളിക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് വേണോ? അല്ല, അദ്ദേഹത്തിന്റെ നല്ല ശുശ്രൂഷയാണ്, ഒത്തിരി ആളുകൂടും, അനേകർ വിശ്വാസത്തിൽ വരും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവരിങ്ങോട്ട് മാല കോർത്ത പോലെ പറഞ്ഞു. എല്ലാം ഞാൻ കേട്ടിട്ട് ഞാൻ പറഞ്ഞു, വിവാഹമോചനത്തിന്റെ വക്കത്ത് നിൽക്കുന്ന ഒരു കുടുംബം യോഗം കഴിഞ്ഞ ശേഷം ഈ മനുഷ്യന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നാൽ ഈ മനുഷ്യന് എന്തു പറഞ്ഞു കൊടുക്കും? ഭർത്താവുമായിട്ട് അകന്നു നിൽക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഈ ദൈവദാസന്റെ അടുത്തേക്ക് വന്നാൽ എന്തു പറഞ്ഞു കൊടുക്കും? പോയി പണി നോക്കാൻ പറ, നിനക്ക് വേറെ വിവാഹം കഴിച്ചുകൂടെ എന്നല്ലാതെ എന്തു പറഞ്ഞു കൊടുക്കും ഇദ്ദേഹം? കാരണം ഇദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ചല്ലോ. നമ്മുടെ ടെലിവിഷൻ ചാനലുകളിൽ ഫാമിലി കൗൺസിലിംഗ് എന്നൊരു പ്രോഗ്രാം പല ചാനലുകാർ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ചാനലിനകത്തൊക്കെ ഇരിക്കുന്ന അതിന്റെ ലീഡ് ചെയ്യുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്.
ആങ്കർ, പിന്നെ അതിനകത്തെ റിസോഴ്സ് പേഴ്സൺ, ലീഡ് ചെയ്യുന്നവരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഇതിനകത്ത് ഉപദേശം നൽകുന്ന പലരും വിവാഹമോചനം കഴിഞ്ഞവരാണ്. ഒന്നിലധികം ഒന്ന് ഉപേക്ഷിച്ചു, മറ്റൊന്ന് കെട്ടി, അത് ഉപേക്ഷിച്ചു. എന്നിട്ട് ഇപ്പൊ ഒരു തൊഴിൽ കണ്ടെത്തിയിരിക്കുകയാണ്, ഫാമിലി കൗൺസിലിംഗ്. തെങ്ങേന്ന് വീണോ തെങ്ങേക്കയറ്റം പഠിപ്പിക്കുക. എങ്ങനെ വീഴാമെന്ന് പഠിപ്പിക്കാൻ പുള്ളിക്ക് യോഗ്യതയുണ്ട്. ഞങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിച്ച മനുഷ്യൻ, അദ്ദേഹത്തിന് പ്രാക്ടിക്കൽ ക്ലാസ്സിനേക്കാൾ കൂടുതൽ തിയറി ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ പലയിടത്തും അന്വേഷിച്ചപ്പോൾ അങ്ങനെ അധികം കാണാറില്ല, പക്ഷെ അദ്ദേഹം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ അറിവിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആക്സിഡന്റ് പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ പല പല കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയാണ്, അതൊന്നും ആക്സിഡന്റ് അല്ല, അതൊക്കെ ഇൻസിഡന്റ് ആണ്. അപ്പൊ ഞങ്ങൾ വിശദീകരണം ചോദിച്ചു. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിച്ചുകൂടാത്തത്, പ്രതീക്ഷിക്കാൻ പറ്റാത്തത്, അസാധാരണമായ കാര്യം അല്ല, അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ് നിങ്ങൾ ഈ പറഞ്ഞ അപകടങ്ങളെല്ലാം. അപ്പൊ ഞങ്ങൾ സാറിനോട് ചോദിച്ചു, എന്നാ പിന്നെ ഒരു ആക്സിഡന്റ് പറയാം. ഒരു കാറ്, ഈ ടോപ്പ് തുറക്കാവുന്ന കാറിന്റെ ടോപ്പ് ഓപ്പൺ ആക്കാവുന്ന ഒരു കാറില് ഒരു കുടുംബം ടോപ്പെല്ലാം തുറന്നു വെച്ച് കാറ്റ് കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ പരുന്തിന്റെ കാലേന്ന് ഒരു പാമ്പ് വന്ന് കറക്റ്റ് കാറിനകത്തോട്ട് വീണു. ഉടനെ പേടിച്ച് ഡ്രൈവർ വണ്ടി വെട്ടിച്ചു. പാമ്പ് ആൾക്കാരെ കടിക്കുകയും വണ്ടി എല്ലായിടത്തും ഇടിക്കുകയും ചെയ്തു. അത് ആക്സിഡന്റ് ആണ്. എന്നാൽ നമ്മളങ്ങോട്ട് പോകുമ്പം ഇടവഴിക്കുന്ന ഒരു വണ്ടി കയറി വന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വണ്ടിയിലോട്ട് ഇടവഴിക്കുന്ന ഒരു സ്കൂട്ടറുകാരൻ കയറി വന്നു. ചെറുതായിട്ടൊന്ന് മുട്ടിയില്ലാന്നായിട്ട് കടന്നുപോയി. അവിടുത്തെ ആക്സിഡന്റ് അല്ല, അതിലെ ഒരു വഴിയുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അവിടുന്ന് ഒരു ഇടവഴിയുണ്ട്, അവിടുന്ന് ഒരു വണ്ടി വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവനും ശ്രദ്ധിക്കണം. അത് ആക്സിഡന്റ് അല്ല. തെറ്റായ ജീവിതം നയിക്കുന്ന ഒരു ലീഡർഷിപ്പിന്റെ കീഴിൽ നിന്നാൽ ഞങ്ങളെങ്ങനെയൊന്നും വിചാരിച്ചില്ല, ഇങ്ങനെ വന്നുപോയി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടാണ് അത് വന്നത്. തെറ്റായ ജീവിതം നയിക്കുന്ന ഒരു നേതൃത്വത്തിന്റെ കീഴിൽ നിന്നാൽ തെറ്റിലേക്ക് പോകും. ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചില്ലായിരുന്നു. ഞങ്ങൾ നല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്തത്. കാനമച്ചൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു ഉദാഹരണം പറയാം. എലി വിഷം എടുക്കുന്നത് ദുരുദ്ദേശത്തോടെയാണോ? നല്ല ഉദ്ദേശത്തോടെയാ, പക്ഷെ ചത്തു, അത്രേ ഉള്ളൂ. പലരും നിരപരാധികളാണ്. നയിക്കുന്നവരാണ് അവരെ അപകടത്തിൽപ്പെടുത്തുന്നത്. താങ്ക് യു ജീസസ്. അപ്പോൾ അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. ദുരുപദേശത്തിന്റെ അടുത്ത ലെവൽ എന്നാണെന്നറിയാമോ?
ഒന്ന്, കൺഫ്യൂഷൻ ഉണ്ടാക്കും. രണ്ട്, നമ്മളിലേക്ക് പകരുന്ന സ്വഭാവ ദൂഷ്യങ്ങൾ അവർ പങ്കുവയ്ക്കും. മൂന്നാമത്, ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. കാശുണ്ടാക്കാൻ ഒരു മാർഗമായിട്ട് ദൈവസഭയെ അധപ്പതിപ്പിക്കും. മണി മേക്കിംഗ് ബിസിനസ് ആയിട്ട് സഭയെ മാറ്റും. എത്ര ക്ലിയർ ആയിട്ടാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. സഭയെ പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാക്കി മാറ്റുമ്പോൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാമോ? വാണിംഗ് കൊടുക്കണ്ടേ? ഒരു പട്ടിയെ വളർത്തുന്ന എന്തിനാണ്? കള്ളൻ വരുമ്പം കുരയ്ക്കാനാണ്. പഠിച്ച കള്ളന്മാർ എന്ത് ചെയ്യും? പട്ടിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം മേടിച്ചോണ്ട് പോകും, അതാദ്യം അങ്ങ് ഇട്ടു കൊടുക്കും, പിന്നെ പട്ടി കുരയ്ക്കത്തില്ല. അങ്ങനെ ഒരു കഥയുണ്ട്. ബുദ്ധിമാനായൊരു പട്ടി ഉണ്ട്. അപ്പൊ ഒരു കള്ളൻ മതിലി ചാടി വന്ന് വെച്ച് ഇതിന് നല്ല വില കൂടി ഒരു ചോക്ലേറ്റ് അങ്ങ് കൊടുക്കും പട്ടിയുടെ അടുത്ത് ചെന്ന്. അപ്പൊ പട്ടി ചോദിച്ചു എന്നാ കഥയാ, നീ ഈ വീട്ടുകാരനാണെങ്കിൽ മതിലി ചാടി വരേണ്ട കാര്യമില്ല. പോട്ടെ, മതില് ചാടി വരേണ്ട ഒരു അത്യാവശ്യം വന്നു, ഗേറ്റ് പൂട്ടിപ്പോയി. അങ്ങനെ വരുമ്പോ നിന്റെ ഈ ചോക്ലേറ്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നീ ചോക്ലേറ്റും കൊണ്ടുവന്നതാണ്, അപ്പൊ നിനക്ക് മതില് ചാടേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നീ കള്ളനാന്ന് എനിക്ക് മനസ്സിലായി എന്ന് പട്ടി പറഞ്ഞു എന്നൊരു കഥയുണ്ട്. പട്ടിക്ക് അത്രയും വിവരമുണ്ട്, പക്ഷെ നമുക്ക് വിവരം കുറവാണ്. ദൈവസഭയെ വാണിഭമാക്കുമ്പോൾ, പണമുണ്ടാക്കാനുള്ള മാർഗമാക്കി മാറ്റുമ്പോൾ, നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ചോക്ലേറ്റ് തിന്ന് മിണ്ടാതിരിക്കാൻ പാടുണ്ടോ? നമ്മൾ വെളിപ്പെടുത്തേണ്ടേ ഈ സത്യം? കാര്യമറിയാത്ത, വചനമറിയാത്ത, ഉപദേശമറിയാത്ത ആളുകൾ ഇപ്പോൾ ടെലിവിഷനിലൂടെ ജനത്തെ വാണിഭമാക്കുന്നു. പക്വതയില്ലാത്ത ആളുകൾ, വചനമറിയാത്ത ആളുകൾ, ഗതസമനി എന്തെന്ന് കാണാത്തവർ, ഗോൽഗോഥായിൽ പോയിട്ടില്ലാത്തവർ, ക്രൂശിന്റെ വേദന അറിയാത്തവർ ഇതിനെ വെറും പണമുണ്ടാക്കാനുള്ള മാർഗമാക്കി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാമോ? അത് സാരയില്ലെന്ന്. ഉപദേശ വിഷയങ്ങൾ അങ്ങനെ പാടില്ല. ഒരു മനുഷ്യൻ വ്യക്തിപരമായി ഒരു തെറ്റ് ചെയ്താൽ പോട്ടെ, ക്ഷമിക്കാം. പക്ഷെ ഉപദേശപരമായി തെറ്റ് പഠിപ്പിച്ചാൽ വാട്ടർ ടാങ്കിൽ വിഷം കലക്കുന്നത് പോലെയാണ്. മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ ടാങ്കിൽ വിഷം കലക്കിയാൽ എന്ത് സംഭവിക്കും? ആ പൈപ്പിലെ വെള്ളമെടുക്കുന്ന ആളുകൾ മുഴുവനും രോഗികളാകും, ചിലർ മരിക്കും. ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന ഉപദേശമൊന്നും കുഴപ്പമില്ല. ജനങ്ങളിൽ നിന്ന് പണം പിരിക്കുകയാണെങ്കിൽ ലീഡർഷിപ്പിന് ഉത്തരവാദിത്വമുണ്ട്.
ആ പണം എന്തു ചെയ്തു എന്ന് പറയുവാൻ. അപ്പോൾ ഒന്ന്, ആശയക്കുഴപ്പം ഉണ്ടാക്കുക, കൺഫ്യൂഷൻ ഉണ്ടാക്കുക. രണ്ട്, അവരുടെ സ്വഭാവ വൈകൃതങ്ങൾ ജനങ്ങളിലേക്ക് പകരുക, അറിഞ്ഞോണ്ടല്ല അറിയാതെ. മൂന്ന്, സഭയെ ബിസിനസ് ആക്കുക. ഇന്ന് ഏറ്റവും ലാഭമുള്ള ബിസിനസ് ചർച്ച് ബിസിനസ്സാണ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ ഓർപ്പിച്ചു, ആത്മീയ വിഷയത്തിൽ ആരും ബാർഗെയിൻ ചെയ്യത്തില്ല. ഒരു നേർച്ചയിടാൻ പറഞ്ഞാൽ ഒരല്പം കുറയ്ക്കാവോ എന്ന് ചോദിക്കുകയില്ല, അങ്ങ് കൊടുക്കത്തേ ഉള്ളൂ. ആത്മീയ വിഷയം പണമുണ്ടാക്കാനുള്ള മാർഗമാക്കിയാൽ അത് വലിയ ലാഭമുള്ള തൊഴിലാണ്. അങ്ങനെയുള്ള തൊഴിൽ സ്ഥാപനങ്ങളായിട്ട് സഭ മാറുന്നു. അവരത് മക്കൾക്ക് കൈമാറുന്നു. എന്റെ കമ്പനി ഞാൻ എന്റെ മക്കൾക്ക് കൈമാറുന്നത് പോലെ സഭ അപകടത്തിലേക്ക് പോകുമ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ സുവിശേഷകന്മാരായ ഞങ്ങൾ കുറ്റക്കാരാകും. മക്കൾ ദൈവവേലയ്ക്ക് വിളിയുണ്ടെങ്കിൽ മക്കൾ വേലക്കാരാകട്ടെ, ഇല്ലെങ്കിൽ അവരെ കെണിയിൽ ചാടിക്കരുത്. അവരെ നിർബന്ധിച്ച് ഇതിന്റെ ഡയറക്ടർ ആക്കരുത്. അവർക്ക് വിളിയുണ്ടെങ്കിൽ അവരുടെ മേൽ പുതപ്പ് വീണെങ്കിൽ അവർ മിനിസ്റ്റർ ചെയ്യട്ടെ. നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ചു വേണ്ട. ഇന്ത്യൻ രാഷ്ട്രീയത്തെ തകർത്ത് കളഞ്ഞത് മക്കൾ രാഷ്ട്രീയമാണ്. എന്നാൽ ചില മക്കൾ മിടുക്കന്മാരുണ്ട് അതിനകത്ത്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപകടകരമായ ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ സഭ നീങ്ങുന്നു. എന്റെ മക്കൾ എല്ലാവരും സുവിശേഷകരാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഞാൻ അവരെ അതിന് നിർബന്ധിച്ചില്ല. ആത്മീയമായി നിർബന്ധിക്കുകയും മാതൃക കാണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അവരങ്ങനെ വരും. പക്ഷേ അതൊരു ലാഭകരമായ കാര്യമായിട്ട് അവരുടെ ഉള്ളിൽ ഒരു ചിത്രം കൊടുത്താൽ ഞാൻ അവരെ നരകത്തിന് വേണ്ടി ഒരുക്കുകയായിരിക്കും. അവർ ഇതിന്റെ വേദന അറിഞ്ഞിട്ടില്ല. ഇത് കാൽവറിയുടെ കഠിന വേദനയാൽ ഉണ്ടായ സഭയാണ്. ഗതസമനയിലെ രക്തം പൊടിഞ്ഞു വീഴുന്ന പ്രാർത്ഥനയുടെ റിസൾട്ടാണ് ദൈവസഭ. ഇതൊരു ബിസിനസ് അല്ല. പഴയ നിയമത്തിലെ കള്ളപ്രവാചകന്മാരുടെ ചില കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് നോട്ട് ചെയ്തു. യിരെമ്യാ പ്രവചനം 6-ാം അധ്യായം 14-ാം വാക്യം. യെസക്കേൽ പ്രവചനം 13-ാം അധ്യായം 14 മുതൽ 16 വരെ. സമാധാനം 22, യിരെമ്യാ 28, ഈ വാക്യങ്ങൾ വായിച്ചാൽ ഇവരുടെ ലക്ഷ്യം ജനപ്രീതിയാണ്. ജനപ്രീതി, ആളുകളെ പ്രസാദിപ്പിക്കുന്നു.
രണ്ടാമത് മീഖ 3:11, 3:11. തീത്തോസ് 1:11, 1 തിമോത്തിയോസ് 6:5. ഈ വാക്യങ്ങൾ വായിച്ചാൽ ഇവർ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന് കാണാം. ഇവർ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന് കാണാം. മൂന്നാമത് യെശയ്യാവ് 28:7, യിരെമ്യാവ് 23:14, അഞ്ചിന്റെ 13, 31. ഈ വേദഭാഗങ്ങൾ പഠിച്ചാൽ ഇവർ രഹസ്യമായി അശുദ്ധ ജീവിതം നയിക്കുന്നവരാണെന്ന് കാണാം. നാലാമതായി ആവർത്തനം 13:1 മുതൽ 5 വരെ വായിച്ചാൽ ഇവർ ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നവരാണെന്ന് കാണാം. അഞ്ചാമതായി 1 പത്രോസ് 2:3 ഇപ്പൊ നമ്മൾ വായിച്ചു. ഇവർ സഭയെ വാണിഭമാക്കും, ബിസിനസ് വൽക്കരിക്കപ്പെടും, കച്ചവടവൽക്കരിക്കപ്പെടും. സഭയൊരു ബിസിനസ് ആക്കി മാറ്റുന്ന കാലം വരുമെന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നു. ഒരു നേരിട്ട് കേട്ട ഒരു തമാശ പറയാം. തമാശ അല്ല, സത്യമാണ്. ഒരു സഹോദരൻ പറയാ, ഒരു അനാഥശാല തുടങ്ങാമെന്ന് വിചാരിക്കുക. അയ്യോ, ഞാൻ ചോദിച്ച അതിനുള്ള പൈസയോ? അല്ല, അത് തുടങ്ങിയാൽ നമ്മുടെയും കൂടെ കാര്യം നടക്കുമല്ലോ എന്ന് ഓർത്താ. ചിരിക്കാതെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ എന്റെ ബ്രദറിന്റെ കയ്യിൽ കാശുണ്ടെ അത് മുടക്കി വേണം ഇത് ചെയ്യാൻ. അല്ലാതെ അതിനുവേണ്ടി എവിടുന്നേലും പിരിച്ചിട്ട് നമ്മക്കൂടെ ജീവിക്കാനല്ല ചാരിറ്റി. ഈ പാവം എവിടുന്നോ കേട്ട അറിവ് വെച്ച് പറയുക. ഇനിയിപ്പോ ഒരു അനാഥശാല തുടങ്ങാന്ന് വിചാരിക്കുക. ഞാൻ അതിന് കാശ് അല്ല, അതിനാകുമ്പോൾ നമ്മക്കൂടെ കാര്യങ്ങൾ നടന്നു പോയിക്കോളൂല്ലോ. നേരിട്ട് കേട്ടതാ. ഇനിയുള്ളത് പറഞ്ഞാൽ ഉള്ളവരുടെ വിശ്വാസം നഷ്ടപ്പെടും. എന്നാലും പറയുക, ഞങ്ങളുടെ ഒരു സഹോദരന്റെ ബിസിനസ് സ്ഥാപനത്തിൽ ഒരാള് കൺവെൻഷന്റെ നോട്ടീസുമായിട്ട് ചെന്നു. കേൾക്കണം, നോട്ടീസുമായിട്ട് ചെല്ലുന്ന ഒരു സംഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ്. പണ്ടത്തെ കഥയാ പറയുന്നത്. ആ കൂട്ടത്തിൽ അവിടെ ഇരിക്കുന്ന 1-2 വലിയ ഫ്രിഡ്ജിന്റെ ഒക്കെ വില ചോദിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, മേടിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? അത് കൺവെൻഷൻ കഴിഞ്ഞിട്ട് വേണം. പിടികിട്ടിയോ? പിടികിട്ടിയാ മതി.
കൺവെൻഷൻ കഴിയുമ്പോൾ ഇതൊരെണ്ണം മേടിക്കാൻ ഒക്കുമെന്ന പ്രതീക്ഷയിലാണ് കൺവെൻഷൻ നടത്തുന്നത്. അയ്യോ, ഇതൊക്കെ നേരാണോ വാസേ? ഇങ്ങനെയും നടക്കുന്നുണ്ട് ബിസിനസ്. ആറാമത്തെ കാര്യം, ഇവരുടെ വീക്ക്നെസ് അണികളിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. രണ്ട് പത്രോസ് 2:2. ഏഴാമത്തെ കാര്യം, ഇവർക്ക് സ്വയമേ ജയമില്ല, പക്ഷെ ഇവർ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. ഒന്ന് പത്രോസ് 2:19. ആ 19-ാം വാക്യം മാത്രം ഒന്ന് വായിക്കാമോ? ഒരുത്തൻ ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദം ആകുന്നു. ഒന്ന് നിർത്തിയാട്ടെ. 2 പത്രോസ് 2:19. തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. അതാണ് ഇങ്ങനെ 7 കാര്യം നമുക്ക് ഇവരെ കുറിച്ച്, ദുരുപദേഷ്ടാക്കളെ കുറിച്ച് ഗ്രഹിക്കാം. ഇതിന്റെ പരിണിത ഫലം എന്താണ്? പരിണിത ഫലം 20 മുതൽ 22 വരെ വാക്യങ്ങൾ 2-ാം അധ്യായം അവസാനിക്കുന്നു. വായിച്ചോ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെ എന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. ദുരുപദേഷ്ടാക്കൾ നിമിത്തം സംഭവിക്കുന്ന ദോഷമാണ് 20, 21, 22. ജനം പഴയതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് പോകും. ഇനി ഇവരുടെ പ്രധാന ലക്ഷണങ്ങൾ പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്, ഒന്നുകൂടെ പറയാം. ഏതൊരു കൾട്ടിനും ഒരു നല്ല കരിസ്മാറ്റിക് ലീഡർ കാണും. എന്ന് പറഞ്ഞാൽ എന്താണ്? കരിസ്മയുള്ളവൻ, പ്രത്യേക കഴിവ്, പ്രാപ്തി, ഇനി പോട്ടെ കൃപയെന്നും കൂടെ പറയാം, ടാലന്റ്, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട പലരുമാണ് പിന്നീട് കൾട്ടായി മാറിയത്.
അപ്പൊ ഇതിനെല്ലാം ഒരു നല്ല കരിസ്മാറ്റിക് ലീഡർ കാണും. LNG വൈറ്റ്, CT റസൽ, ജോസഫ് സ്മിത്ത് തുടങ്ങിയ ആളുകളൊക്കെ ഇതിന് ഉദാഹരണമാണ്. ചരിത്രങ്ങൾ പഠിച്ചാൽ ഒത്തിരി പേരുകൾ വേറെയും കിട്ടും. ജനത്തെ പിടിച്ചു നിർത്താൻ, ജനത്തെ ആകർഷിക്കാൻ, ജനത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള കരിസ്മയുള്ള ഒരു ലീഡർ കാണും കൾട്ടിന്റെ പിന്നിൽ. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത നേതൃത്വമായി അവർ മാറും. തെറ്റിക്കൂടായ്മ വരം അവർക്കുണ്ടെന്ന് അവർ അറിയാത്ത ധാരണയുണ്ടാക്കും. അവർക്ക് തെറ്റുപറ്റില്ല. ചോദ്യം ചെയ്യപ്പെടാത്ത നേതൃത്വം. ഇതിൽ നിന്നാണ് അപ്രമാദിത്വം എന്ന സാധനം കത്തോലിക്ക സഭ ഇറക്കിയത്. എന്നാൽ പിന്നീട് വന്ന പല പാപ്പാമാരും അത് തിരുത്തുകയും ക്ഷമ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പാപ്പായിക്ക് തെറ്റുപറ്റില്ല, പാസ്റ്റർക്ക് തെറ്റുപറ്റില്ല, കാരണം അദ്ദേഹം കൃപാവരമുള്ള മനുഷ്യനാണ്. ഞാൻ ഭയത്തോടെ ഇത് പറയുന്നു. കൃപാവരമുള്ള വചന ശുശ്രൂഷയുള്ള ദൈവദാസന്മാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവരോടുള്ള റെസ്പെക്ട് കളയാൻ പാടില്ല. പക്ഷേ ഞാനും നിങ്ങളും ലീഡർഷിപ്പിലാണെങ്കിൽ ഓർക്കേണ്ട കാര്യം, നമ്മളെ തിരുത്താനും കൂടെ നമുക്കൊരു ടീം ഉണ്ടാവണം. ഇത് നമ്മുടെ സാമ്രാജ്യമല്ല. ദ കിങ്ഡം ഓഫ് ഗോഡ് ആണ്, ദൈവരാജ്യമാണ്. ദൈ കിങ്ഡം എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് മൈ കിങ്ഡം ആയിട്ട് തീരരുത്. മൂന്നാമത്തെ ലക്ഷണം ഇവർക്ക് രഹസ്യങ്ങൾ ഉണ്ടാകും. ഏറ്റവും അടുത്ത അണികൾക്ക് പോലും അറിയാത്ത രഹസ്യങ്ങൾ ഇവർ സൂക്ഷിക്കും. എന്ന് പറഞ്ഞാൽ ഈ കരിസ്മ ലീഡേഴ്സ് അവരുമായിട്ട് അവരെ ഒരിക്കലും എതിർക്കാത്ത ഒരു ചെറിയ കൂട്ടരുണ്ട്. അവരും മാത്രം അറിയുന്ന രഹസ്യങ്ങൾ അവർ സൂക്ഷിക്കും. ഓപ്പൺ അല്ലാത്ത അവസ്ഥ. യേശു കർത്താവിനെ നോക്കിക്കേ, കർത്താവിന് ഒരു രഹസ്യം ഇല്ലായിരുന്നല്ലോ, എല്ലാം തുറന്നു പറയുക. കഴിഞ്ഞ വ്യാഴാഴ്ച പാസ്റ്റേഴ്സിന് വേണ്ടി നമ്മൾ ധ്യാനിച്ചപ്പോൾ ഗതസമനെ പോയിട്ട് എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കും എന്ന് പറയാവുന്ന ഓപ്പൺനെസ് ഉണ്ടായിരുന്ന ലീഡറാണ് യേശു. ചില രഹസ്യങ്ങൾ ഇവർ ബാക്കി വെച്ചേക്കും. ഇത് ക്രിസ്ത്യൻ കൾട്ടുമുണ്ട്, നോൺ ക്രിസ്ത്യൻ കൾട്ടുമുണ്ട്. ഭഗവാൻ രജനീഷ് ഈ വിഷയത്തിൽ നമ്പർ 1 ആണ്. എന്തായിരുന്നു? മുഴുവൻ രഹസ്യ സങ്കേതങ്ങളാണ്. വേറൊരു ഭഗവാൻ ഗുർമീത് അറസ്റ്റ് ചെയ്തു. മുഴുവൻ രഹസ്യ സങ്കേതങ്ങളാണ്.
ഒത്തിരി പേരുണ്ട് വേറെയും. കർത്താവിന്റെ വരവിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ച ഒന്നിലധികം ദുരുപദേഷ്ടാക്കൾ ലോകത്തുണ്ടായിട്ടുണ്ട്, ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വെളിപ്പെട്ടു എന്ന് അവര് പറയുന്നേ. ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാനൊക്കത്തില്ല, അങ്ങനെ പഠിപ്പിച്ചു. ഒരു സാധാരണ കുട്ടി ഒരു ബൈബിൾ തുറന്നിട്ട് പിതാവല്ലാതെ പുത്രൻ കൂടെ അത് അറിയുന്നില്ലല്ലോ പാസ്റ്ററെ എന്ന് പറയാൻ കഴിയാത്ത വിധം സഭയുടെ നാവടക്കി കളഞ്ഞു. കർത്താവ് വരുന്ന ഡേറ്റ് പ്രഖ്യാപിച്ചു. ആ ഡേറ്റിൽ കർത്താവ് വന്നില്ല. അപ്പോഴേക്കും ജനം പിന്മാറി മറ്റൊരു കൾട്ട് രൂപം കൊണ്ടു. വിദേശ രാജ്യങ്ങളിൽ നടന്നിട്ടുള്ളത് അതിനേക്കാളെല്ലാം വേദനാജനകമായ കാര്യങ്ങളാണ്. ആകയാൽ ദുരുപദേശത്തെ ചെറുതായിട്ട് കാണാൻ പാടില്ല. നാലാമത്തെ ലക്ഷണം ബൈബിളിന് ഇവർക്ക് ഇവരുടേതായ ഒരു വ്യാഖ്യാനം കാണും. ഒരു കോമൺ ഇന്റർപ്രിട്ടേഷൻ അവരെടുക്കത്തില്ല. ലോകമാദരിക്കുന്ന പൊതുവായ ദൈവദാസന്മാരുടെ ഒരു ബന്ധം ഇവർ സൂക്ഷിക്കത്തില്ല. ഇവർക്ക് ഇവരുടേതായ വ്യാഖ്യാനം ഉണ്ടാകും. ബൈബിളിന് ഒരു പ്രത്യേക വ്യാഖ്യാനം. അഞ്ചാമത്തെ പ്രത്യേകത, പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? ബൈബിൾ മാത്രമല്ല പ്രമാണം. നോട്ട് ഓൺലി ബൈബിൾ. ദൈവം എന്നോട് പറഞ്ഞു, ദൈവം എന്റെ ഭാര്യയോട് പറഞ്ഞു. ചെമ്മനം ചാക്കോ ഒരു കവിത എഴുതി. അത് കേരളത്തിൽ നടന്ന ഒരു ക്രിസ്ത്യൻ കൾട്ടിനെ കണ്ടുകൊണ്ടാണ്. ഇതുപോലെയുള്ള ഒരു ലീഡറുടെ ഭാര്യ എന്ത് പ്രവചിക്കുന്നോ അത് മാത്രമേ ജനങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇന്ന് ആരും ഭക്ഷണം കഴിക്കണ്ടെന്ന് പുള്ളിക്കാരത്തി പറഞ്ഞാൽ ആരും കഴിക്കത്തില്ല. ആ നിലയിൽ ജനങ്ങളെ സ്വാധീനിച്ചു ഒത്തിരി ആൾക്കൂട്ടമുണ്ട്. ആ ദിവസങ്ങളിൽ ഒന്നിൽ അവരുടെ ഒരു വലിയ ആഞ്ഞിലിത്തടി വിൽക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചു. ഒരാൾ വന്ന് വില പറഞ്ഞു. ആ കാലത്ത് 25,000 രൂപയ്ക്ക് ആ തടി അഡ്വാൻസ് മേടിച്ചു. അത് കഴിഞ്ഞപ്പോ ആരൊക്കെയോ വീട്ടിൽ വന്നേച്ച് പറഞ്ഞു, അയ്യോ ഈ തടിക്ക് 50,000 രൂപ കിട്ടുമല്ലോ, നഷ്ടമായി പോയല്ലോ എന്ന്. അപ്പൊ എന്നാ മാർഗം? അപ്പോൾ നമ്മുടെ മാന്യ സഹോദരി ആ വിഷയം ഏറ്റെടുത്തു. തടി വെട്ടാൻ ആള് വന്നപ്പോൾ ആ സഹോദരി എന്ന് വെച്ച് പറഞ്ഞു, ദൈവം വെളിപ്പെടുത്തി തടി കൊടുക്കണ്ട. വെട്ടാൻ വന്ന പുള്ളി അത്ര മോശം പുള്ളിയൊന്നുമല്ല. പുള്ളി പറഞ്ഞു, ഞാനും ഒന്ന് പ്രാർത്ഥിക്കട്ടെന്ന് പറഞ്ഞു. പുള്ളി ആ മരത്തിന് ചോട്ടി മുട്ടുകുത്തി ഒരു 5 മിനിറ്റ് അങ്ങ് പ്രാർത്ഥിച്ച പുള്ളി പറഞ്ഞു, എനിക്ക് വെളിപ്പെട്ടത് നേരെ തിരിച്ചാണല്ലോ ചേച്ചി. ഒന്നെങ്കിൽ മരം വെട്ടുക, അല്ലെ മരത്തിന്റെ ഉടമസ്ഥനെ വെട്ടുക. പുള്ളിക്കാരത്തി പറഞ്ഞു, വെട്ടിക്കോളാൻ പറഞ്ഞു. വേഗം വെട്ടിക്കോട്ട് സ്ഥലം വിട്ടോളാം. ദൈവം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ കരുക്കൾ നീക്കിയാൽ അത് വലിയ ചതിയല്ലേ? സുവിശേഷം കേൾക്കാത്തവർ നശിക്കുന്നു, അതൊരു വശം. സുവിശേഷം കേട്ടവർ നശിക്കുന്നു, മറുവശം.
2-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? സുവിശേഷം കേട്ടവർ നശിക്കുന്നത്, കേൾക്കാത്തവർ നശിക്കുന്നു. ഞാൻ അതിൽ ഭാരമുണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. മിഷൻ മിഷൻ മിഷൻ. എവിടെ കിട്ടിയാലും അതാ പറയുന്നത്. ഇന്നലെ രാത്രിയിലും ഇന്നലെ പകല് പാലക്കാട് ഒരു മീറ്റിങ്ങിനും അത് തന്നെയാ പറഞ്ഞത്. മിഷനാ പറഞ്ഞത്. സുവിശേഷം കേൾക്കാതെ നശിക്കുന്ന ആയിരങ്ങൾ. എന്നാൽ സുവിശേഷം കേട്ടിട്ട് നശിക്കുന്ന ആയിരങ്ങളെ കണ്ടോ? അതാണ് പത്രോസിന്റെ 2-ാം ലേഖനത്തിന്റെ ഒടുവിൽ കാണുന്നത്. കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോകും. വചനം കേൾക്കാത്ത ആളുകളെക്കാൾ നാശത്തിലേക്ക് വചനം കേട്ടവർ പോകുമെന്ന്. തങ്ങൾ കേൾപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. അപ്പൊ സുവിശേഷം കേൾക്കാത്ത ആളുകൾ സുവിശേഷം കേട്ടവരെക്കാൾ ഭാഗ്യവാന്മാരെന്നൊരു സൂചന ഈ വാക്യത്തിൽ ഇല്ലേ? ഞാൻ എന്താ ഇന്ന് പറഞ്ഞത്? എന്താണ് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്? ഒരു അധ്യായം മുഴുവനും പത്രോസ് മാറ്റിവെച്ച വിഷയം നമ്മൾ നിസ്സാരമായിട്ട് തള്ളാവോ? ഡെലിവറൻസും ഹീലിങ്ങും അത് വളരെ വലിയ കാര്യമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനെ പുച്ഛിക്കത്തില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജനത്തെ സത്യോപദേശത്തിൽ നിലനിർത്തുന്നില്ലെങ്കിൽ അതൊരു ചതിയായി മാറുകയല്ലേ? ഉപദേശം, അത് നമ്മൾ അടുത്ത് ചിന്തിക്കാൻ പോണത്. അപ്പൊ ദുരുപദേശങ്ങളുടെ പരിഹാരം എന്താ? ദുരുപദേശക്കാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. പരിഹാരം യഥാർത്ഥ ഉപദേശം പഠിക്കുക എന്നുള്ളതാണ്. കല്ലുമല കുഞ്ഞുമോൻ ചായന്റെ മിസസ് എഴുതിയ ഒരു പാട്ടുണ്ട്. അധികം പോപ്പുലർ അല്ലത്. അതിന്റെ വരികൾ ഇങ്ങനെയാണ്: ലോകത്തിൻ മാലിന്യം വിട്ടോടിപ്പോയോ വീണ്ടും അതിൽ വീണ് തോറ്റുപോയാൽ. ലോകത്തിൻ മാലിന്യം വിട്ടോടിപ്പോയോ വീണ്ടും അതിൽ വീണ് തോറ്റുപോയാൽ. എത്ര കഷ്ടം, എത്ര ഭയങ്കര വീഴ്ചയത്, മറ്റാരും രക്ഷിപ്പാനില്ലീഹത്തിൽ. എത്ര കഷ്ടം, എത്ര ഭയങ്കര വീഴ്ചയത്, മറ്റാരും രക്ഷിപ്പാനില്ലീഹത്തിൽ. ചേർന്നിടുന്ന ഭാഗ്യദേശേ എന്താനന്ദം, അല്ലലെല്ലാം മാറി ഉല്ലാസമാ ചേർന്നിടുന്ന. ഉപദേശം എന്നാൽ എന്ത്? അഞ്ച് വാക്യങ്ങൾ ആദ്യം ഒന്ന് എഴുതി വെക്കുന്നവർക്ക് വേണ്ടി പറയാം, പിന്നെ വായിപ്പിക്കാം. 1 തിമോത്തിയോസ് 1:10, 6:3, 2 തിമോത്തിയോസ് 1:13, 4:3, തീത്തോസ് 1:9, 2:1. ഇതിലേതെങ്കിലും 1-2 വാക്യങ്ങൾ വായിച്ചാണ്. നാലിന്റെ 3 ഞാൻ വായിക്കുന്നു. ടൈറ്റസ് 4:3. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തമോഹങ്ങൾക്കൊത്തവണ്ണം
ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. വിശ്വാസികൾക്ക് ചെവിക്കു സുഖമുള്ള കാര്യങ്ങൾ, കർണരസം, കേൾക്കാൻ രസമുള്ളത് കേൾപ്പിക്കുന്നവരെ അവർ കൂടുതലായിട്ട് എന്റർടൈൻ ചെയ്യും. പത്യോപദേശം പൊറുക്കുകയില്ല. പത്യോപദേശം അവർക്ക് സഹിക്കാൻ പറ്റുകയില്ല. വീണ്ടും തീത്തോസ് 1:9 പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാൻ എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. 2:1 മതി 2:1 നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വാക്യങ്ങളെല്ലാം വായിച്ചാൽ 5 സ്ഥലത്ത് പത്യോപദേശം എന്ന വാക്ക് കാണാം. അതിന്റെ ശരി തർജ്ജിമയിലൂടെ ഒരു വായന നടത്തിയാൽ 2 വാക്ക് നമുക്ക് കിട്ടും. ഒന്ന് ഹെൽത്തി ടീച്ചിങ്, 2 ഹൈജീൻ ടീച്ചിങ്. ഹെൽത്തി ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ പഠിപ്പിക്കൽ. ഹൈജനിക് എന്ന വാക്ക് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന രോഗാണുക്കളുടെ പ്രവേശന സാധ്യതകൾ പരമാവധി ഇല്ലാതാക്കുന്നതിനെയാണ് ഹൈജനിക് എന്ന് പറയുന്നത്. ഹൈജീൻ ടീച്ചിങ്, ഡോക്ടറിൻ. ഇത് ഇടയലേഖനങ്ങളിലാണ് ഊന്നി പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യവും ശ്രദ്ധിക്കണം. തീമോത്തിയോസിന്റെയും തീത്തോസിന്റെയും ലേഖനങ്ങളിൽ 5 പ്രാവശ്യം ഹെൽത്തി ടീച്ചിങ് എന്ന വാക്ക് കാണുന്നു. പത്യോപദേശം. മലയാളത്തിലെ ഈ തർജ്ജിമയ്ക്ക് ഒരു ബ്രാഹ്മണിക് ലാംഗ്വേജിന്റെ സ്പർശനമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ശമ്പളത്തിനെടുത്താണല്ലോ തർജ്ജിമ പൂർത്തിയാക്കിയത്. ചാത്തുമേനോൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ ആ ഭാഷയാണ് ഈ പത്യം എന്ന വാക്ക്. നമ്മൾ നല്ല കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ പഠനമുള്ള വൈദ്യന്മാരെ പോയി കണ്ടാൽ അവര് പറയും, പത്യം നോക്കാമോ? അവര് മരുന്ന് തരുന്നതിന് മുമ്പത്തെ ചോദ്യം, പത്യം നോക്കാമോ? പറ്റൂലെങ്കിൽ ഞാൻ മരുന്ന് തരൂല. ഇതാണ്, അവര് സ്ട്രിക്റ്റ് ആണ്. ഇവിടെ ഈ ചർച്ചില് ഒരു വൈദ്യരുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം ചോദിക്കുന്ന ചോദ്യ, പത്യം നോക്കാമോ? അപ്പോ ആയുർവേദത്തിൽ മരുന്നിനേക്കാൾ പ്രധാനമാണ് പത്യം. മരുന്ന് എന്തുവാ? അകത്തേക്ക് പോണത്. പത്യം എന്താ? കഴിക്കരുതാത്തത്. അപ്പൊ കഴിക്കരുതാത്തത് ഒഴിവാക്കിയാലേ കഴിച്ചിട്ട് പ്രയോജനമുള്ളൂ. പത്യ ഉപദേശം എന്ന് പറയുമ്പോ എന്തോ അതിന്റെ അർത്ഥം? വിട്ടുകളയേണ്ടത് ഏത്, സ്വീകരിക്കേണ്ടത് ഏത് എന്ന് തിരിച്ചു തരുന്ന വചനങ്ങളാണ് പത്യോപദേശം. ഒരു മനുഷ്യൻ വണ്ണം കുറയ്ക്കാൻ പോയ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയാം. വിദഗ്ധനായ ഡോക്ടറുടെ അടുക്ക ചെന്നു, തൂക്കി നോക്കിയപ്പോ 120 കിലോ. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനത്തെ കേസ് ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അയാള് പറഞ്ഞു, ഞാൻ ഡോക്ടർ പറയുന്ന പോലെ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഞാൻ കുറച്ച് മരുന്ന് തരാം, ഒരു ഭക്ഷണക്രമവും തരാം. ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ രാവിലെ 1 ഇഡ്ഡലി, ഒരേ ഒരു ഇഡ്ഡലി, 1/2 കപ്പ് ചായ. ഉച്ചയ്ക്ക് 1 സ്പൂൺ ചോറും
അല്പം വെജിറ്റബിളും, 4 മണിക്ക് ഒരു ചായ കുടിക്കാം, വൈകിട്ട് ഒരു ചപ്പാത്തി, എന്തെങ്കിലും ഒരു ചെറിയ പഴം, ഇത്രയും കഴിക്കാം. അങ്ങനെ 15 ദിവസം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. 15 ദിവസം കഴിഞ്ഞ വഴി തൂക്കിയപ്പോൾ 120 ഉണ്ടായിരുന്നയാളെ 128 ഡോക്ടർ ഞെട്ടിപ്പോയി. ഇതെങ്ങനെ എത്ര വെയിറ്റ് കൂടിയത്? നിങ്ങൾ എങ്ങനെയാ കഴിച്ചത്? സാറ് പറഞ്ഞ ആ ഭക്ഷണം ഞാൻ ആഹാരത്തിന് ശേഷമാണ് കഴിച്ചത്. പുള്ളി ഒന്നും വിട്ടുകളയാൻ പ്ലാനില്ല. സാധാരണ കഴിക്കുന്നതിന്റെ കൂടെ ഈ ഓരോ ഇഡ്ഡലി കൂടി ആ പറഞ്ഞെല്ലാം കൂടെ പുള്ളി ഓർത്ത് അതും മരുന്നാന്നാ ഓർത്ത്. എന്താണ് ഉപദേശം? വിട്ടുകളയേണ്ടതും സ്വീകരിക്കേണ്ടതും തിരിച്ചറിയുക. കർത്താവ് തന്റെ പഠിപ്പിക്കലിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞ ഒരു ഭാഗം ഓടിച്ചു നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 29 വരെയുള്ള ഭാഗങ്ങൾ നോട്ട് ചെയ്ത് കൊള്ളുക. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്ത് പറയും. ഇവിടെ നമുക്ക് 4 കാര്യം കാണാം. ഒന്ന് വരം, അല്ലെങ്കിൽ 1 ഫലം, 2 വരം, 3 ഉപദേശം, 4 വചനം. ഫലത്തെക്കുറിച്ചാണ് 16 മുതൽ പറഞ്ഞിരിക്കുന്നത്. വരത്തെക്കുറിച്ചാണ് 22 മുതൽ പറഞ്ഞിരിക്കുന്നത്. വചനത്തെക്കുറിച്ചാണ് 24 മുതൽ പറഞ്ഞിരിക്കുന്നത്. വരം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പുതിയ നിയമത്തിലെ ശുശ്രൂഷയ്ക്ക് ഒരു പ്രധാന ഘടകമാണ് കൃപാവരങ്ങളുടെ ശുശ്രൂഷ. വെളിപ്പാട്, വിവേചനം, വീര്യപ്രവൃത്തികൾ, പ്രവചനം, വെളിപ്പാട്, ഇതെല്ലാം ആദരവോടുകൂടെ നാം കാണുകയും പ്രാർത്ഥിക്കുകയും പ്രാപിക്കുകയും ചെയ്യണം. എന്നാൽ ഈ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ ആരും അതിമാനുഷ്യരോ അമാനുഷ്യരോ ഒന്നുമല്ല, അവര് മനുഷ്യരാണ്. വരങ്ങളാൽ ഒരാളെ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കരുത്, ഫലങ്ങളാൽ മാത്രമേ തിരിച്ചറിയാൻ ശ്രമിക്കാവുള്ളൂ. ഒരാളെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിന്റെ വരം നോക്കിയിട്ടല്ല, ഫലം നോക്കിയിട്ടാണ്. അതവിടെ നിൽക്കട്ടെ. താഴെ വന്നിട്ട് കർത്താവ് പറയുകയാണ്, എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ
കൊടുങ്കാറ്റിനെയും തിരമാലയെയും അതിജീവിക്കുന്ന ഒരു ഭവനം പണിയും. അപ്പൊ വരവും ഫലവും അവിടെ നിൽക്കട്ടെ, വചനത്തിൽ നിലനിൽക്കുന്നതാണ് അന്തിമമായ റിസൾട്ട് തരുന്നത്. അങ്ങനെയെങ്കിൽ വരം എന്തിന്? വരങ്ങളാൽ ആളുകൾ ആകർഷിക്കപ്പെടും. ആളുകൾ ഓടിക്കൂടും. കൃപാവരങ്ങളുടെ ശുശ്രൂഷ വെളിപ്പെടുമ്പോഴാണ് ജാതികൾ ആകർഷിക്കപ്പെടുന്നതും വിടുവിക്കപ്പെടുന്നതും. എന്നാൽ ബലം കാണുമ്പോൾ ആളുകൾ അകന്നു പോവുകയോ നിലനിൽക്കുകയോ ചെയ്യും. നല്ല ബലമാണെങ്കിൽ ആളോട് ചേർന്ന് നിൽക്കും. എന്നാൽ അന്തിമമായ നിലനിൽപ്പിന് ഇത് രണ്ടുമല്ല പ്രധാനം, വചനമാണ് പ്രധാനം. വരവും ഫലവും അത് വ്യക്തിപരമായിരിക്കട്ടെ. ഒരു വ്യക്തിയുടെ തിരിച്ചറിയുവാൻ വരമല്ല ബലമാണ് പ്രധാനമെന്ന് നമ്മൾ കണ്ടു. ഇനിയും വരവും ഫലവും രണ്ടും അവിടെ നിൽക്കട്ടെ. ഉപദേശം, വചനം, അതാണ് സഭയ്ക്ക് ആവശ്യം. അതാണ് സഭയ്ക്ക് ആവശ്യം. വരവും ഫലവും രണ്ടും പ്രധാനമാണെങ്കിലും സഭയുടെ നിലനിൽപ്പിന് ആവശ്യം ഇത് രണ്ടുമല്ല, ഡോക്ട്രിനാണ്. ഇനി വേഗത്തിൽ പറയാം, നാളെ കൂടെ ഇതിൽ അടുത്ത ക്ലാസ്സും കൂടെ ഇത് എടുക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ട് വേഗം പറയും. എന്താണ് ഉപദേശം? ഒരു ഉപദേശം സ്ഥാപിക്കപ്പെടുമ്പോൾ 3 ചോദ്യം ചോദിക്കണം. ഒന്ന്, ഇത് യേശു കർത്താവിന്റെ കൽപ്പനയാണോ? രണ്ട്, ഇത് ആദിമസഭയുടെ നടപടിക്രമത്തിൽ ഉണ്ടോ? മൂന്ന്, ഇത് അപ്പോസ്തോലിക ഉപദേശത്തിൽ ഉണ്ടോ? ഈ 3 ചോദ്യങ്ങൾക്കും യേസ് എന്ന് ഉത്തരം കിട്ടിയാൽ മാത്രമേ അതൊരു ഉപദേശമാവുകയുള്ളൂ. ഒന്ന്, കർത്താവിന്റെ കൽപ്പന ഈ വിഷയത്തിൽ ഉണ്ടോ? 2, ആദിമസഭയുടെ നടപടിക്രമത്തിൽ ഇതുണ്ടോ? 3, അപ്പോസ്തലന്മാർ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ 3 ചോദ്യങ്ങൾക്കും ബൈബിളിനെ 3ആയിട്ട് വിഭജിക്കാം. 1, സുവിശേഷങ്ങളിലുണ്ടോ കർത്താവിന്റെ കൽപ്പന? 2, അപ്പോസ്തല പ്രവൃത്തിയിലുണ്ടോ ആദിമസഭയുടെ നടപടി? 3, അപ്പോസ്തലിക ഉപദേശത്തിലുണ്ടോ ലേഖനങ്ങൾ?
യേശുവിന്റെ കൽപ്പനയിൽ ഇല്ല, അപ്പോസ്തല പ്രവൃത്തിയിൽ ഉണ്ട്. എന്ത് ചെയ്യണം? അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഒരു ഉദാഹരണം പറയാം. അപ്പോസ്തല പ്രവൃത്തി 2-3 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അന്നത്തെ വിശ്വാസികൾ അവരുടെ വസ്തുവകകൾ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അതൊരു ഉപദേശമാണോ? അല്ല. പിന്നെന്താണ്? അന്നേരത്തെ ഉണർവിന്റെ മുമ്പിൽ ഉണ്ടായ ഒരു ആവേശ പ്രകടനമാണ്. അത് അവസാനിച്ചത് എപ്പോഴാണ്? അനന്യാസും സഫീറയും വസ്തു വിറ്റുകൊണ്ട് വന്നു, വിചാരിച്ച പ്രയോജനം കിട്ടിയില്ല, അതോടുകൂടി ആ കേസ് അവസാനിച്ചു. പിന്നെ അങ്ങനെ എവിടെയും കാണുന്നില്ല. അപ്പൊ ഒരു ആവേശത്തിന് തുടങ്ങി, വേറൊരു അപകടം കണ്ടപ്പോ അവസാനിച്ചു. കർത്താവ് കുരുടന്റെ കണ്ണിൽ തുപ്പല് കൊണ്ട് ചേറുണ്ടാക്കി പൂശി. അത് ഉപദേശമാണോ? അല്ല. അത് കർത്താവ് ചെയ്തു, നമ്മളോട് ചെയ്യാൻ പറഞ്ഞില്ല. കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതി, നമ്മളോട് ചെയ്യാൻ പറഞ്ഞില്ല. നമ്മോട് ചെയ്യാൻ പറഞ്ഞത് പോകുകയും പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും. കർത്താവും ദൈവമായവൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ നമ്മൾ അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങൾ കൂടെ ചെയ്യണം. നമ്മൾ തുപ്പുകയും ഊതുകയും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് വെള്ളത്തിന് മുകളിലൂടെ ഒന്ന് നടന്നു നോക്കണം. എന്നിട്ട് താഴുന്നില്ലെങ്കിൽ പിന്നെ ഇതെല്ലാം ചെയ്തോളുക. വിശ്വാസം ഒക്കെ നമുക്ക് വേണം. വിശ്വാസത്താൽ പല കാര്യങ്ങളും സാധിക്കും. പക്ഷെ ഒരു കാര്യം നടന്നില്ലെന്നോർത്ത് പിന്മാറി പോകുന്ന തരം ടീച്ചിങ് പാടില്ല. പണ്ട് കാലത്ത്, നല്ല ഉണർവുള്ള കാലത്ത്, ഞങ്ങളൊരു യോഗം കഴിഞ്ഞ് നടന്നു പോവുക. പെരുമഴ പെയ്യാൻ തുടങ്ങി. മഴ നനഞ്ഞ് നടക്കുക. അപ്പൊ ഒരു സഹോദരൻ പറഞ്ഞു, നമുക്ക് വിശ്വാസം ഇല്ലേ? ഞാൻ പറഞ്ഞു, ഉണ്ട്. എന്റെ കൂടെ വന്നവരൊക്കെ പറഞ്ഞു. ഞാനൊക്കെ ചെറുതാ, എനിക്ക് നല്ല ഓർമ്മയില്ല, എന്നാലും കേട്ടതാ. അപ്പൊ അതിനകത്ത് ഒരു സഹോദരൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞു തീർന്നത് ഇടിവെട്ടി മഴ തുടങ്ങി. അപ്പോ നനഞ്ഞു വീട്ടിൽ പോയി. ഈ പറഞ്ഞ ആള് അതോടുകൂടി അങ്ങ് ഡിപ്രഷനായി. പക്ഷെ ആ കൂട്ടത്തിൽ പ്രായമുള്ള ഒരു അച്ചായൻ പറഞ്ഞു, ഇപ്പൊ നമ്മളൊന്നും നനഞ്ഞെന്നോർത്ത് ഇപ്പൊ എന്താ പ്രശ്നമുള്ളേ? ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയൊക്കെ ഇപ്പൊ ദൈവം അത്ഭുതം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ?
നമ്മൾ കർത്താവിന് വേണ്ടി വേറെ ഒന്നും സഹിച്ചില്ലല്ലോ, ഒന്ന് നനഞ്ഞതല്ലേ ഉള്ളൂ. അന്നേരമൊക്കെ തന്നെ നമ്മൾ കാറ്റിനെയും കടലിനെയും ഒന്നും ശാസിക്കേണ്ട കാര്യമൊന്നും അവിടെ ഇല്ല. അപ്പൊ നമ്മൾ എല്ലാത്തിനകത്തും കയറി അങ്ങ് ഓവറായിട്ട് ക്ലെയിം ചെയ്തേച്ച് പിന്നെ കുഴയരുത്. ഇതെല്ലാം പഠിക്കുമ്പം വിശ്വാസം കുറഞ്ഞു പോകുമോ? ഇല്ല, കുറഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. പിന്നെ നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയൊന്നും അത്ര വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കണ്ട. നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കാൻ പഠിക്കുക. കല്ല് അപ്പമായി തീരാൻ പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞില്ലല്ലോ. കർത്താവ് പറഞ്ഞ കല്ല് അപ്പമാവൂല്ലേ? സ്വന്തം ആവശ്യത്തിന് വേണ്ടി കർത്താവ് ഒരു അത്ഭുതവും ചെയ്തില്ല. ഓക്കെ, അപ്പോൾ കർത്താവ് കൽപ്പിച്ചതായിരിക്കണം. കർത്താവ് ചെയ്തതായാ പോരാ, കർത്താവ് കൽപ്പിച്ചതായിരിക്കണം. നമ്മളോട് ചെയ്യാൻ പറഞ്ഞതായിരിക്കണം. അത് അപ്പോസ്തലന്മാരുടെ ആദിമസഭയുടെ നടപടിയിൽ ഉണ്ടാവണം. 3, ഉപദേശങ്ങളിൽ അത് പഠിപ്പിച്ചിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഉപദേശങ്ങൾ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മ സ്നാനം, വേർപാടിൻ ജീവിതം, അനുദിനമുള്ള അപ്പോസ്തോലിക ടീച്ചിങ്, കൂട്ടായ്മയും അപ്പം നുറുക്കും, പ്രാർത്ഥനയും, ഇങ്ങനെ 7 കാര്യങ്ങളെങ്കിലും കൃത്യമായ ഉപദേശം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 34 മുതൽ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കൽപ്പനയിലും ആദിമസഭയുടെ നടപടിയിലും അപ്പോസ്തോലിക ഉപദേശത്തിലും ഉണ്ട്. അങ്ങനെ ചെയ്താൽ കൊടുങ്കാറ്റടിച്ചാലും പതറിപ്പോകാത്ത നിലനിൽക്കുന്ന സഭ പണിയുവാൻ നമുക്ക് കഴിയും. അതിന് സർവശക്തൻ നമുക്ക് ഏവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. ഞാൻ ദൈവദാസന്മാരെ യോഗം ഏൽപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അത് കൾട്ട് ഉപദേശം, അതിൽ നിന്ന് നല്ലതുണ്ടെങ്കിൽ തീയതുമുണ്ട്. നല്ല ഉപദേശങ്ങളെ പഠിക്കുമ്പോൾ കൾട്ട് ഉപദേശം മാറിപ്പോകും. നമുക്ക് ദൈവകരങ്ങളെ കേൾപ്പിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കാം.